ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അൺബോക്സിങ് ചെയ്യാമാണ്. അൺബോക്സിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തേ ഉള്ളൂ. അതായത് നമ്മൾ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ ഒരു ബാസ്കറ്റ് ബോൾ ഷോട്ട് കാണിച്ചല്ലോ. അപ്പോൾ നിങ്ങളടുത്തൊരു അൺബോക്സിങ് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ആകെയുള്ളത് ഈ രണ്ട് പൂർണ്ണ സാധനം അതാണ് ഇതിലെ മെയിൻ. അതായത് ഈ ബോളിനെ ഈ ഹൂപ്പിലേക്ക് പുള്ളാനായിട്ടുള്ള സാധനം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ഈ സയൻസാണ് ഇതിലെ പ്രത്യേകത. പിന്നെ വേറൊരു സാധനമുണ്ട്, അതും ഈ മിഡിൽ ഭാഗത്ത്, അതായത് ഈ സാധനത്തിൻ്റെ ഈ മിഡിൽ ഭാഗത്ത്. പിന്നെ ഇതാണ് രണ്ട് ഹൂപ്പും, പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഉള്ള കമ്പികളും, പിന്നെ ഈ 4 ബോൾസും. ടോട്ടൽ 8 ഉണ്ട്, പക്ഷേ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനത്തിനെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഈ ഒരു ഹെക്സഗോൺ പോലെ ഇരിക്കണം കണ്ടോ. അപ്പോൾ അതിനെ ഞാൻ ഇതിലോട്ട് ഈ ഹെക്സഗോൺ പോലെ കണക്ട് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ കണക്ട് ചെയ്ത് ശക്തി ഉപയോഗിച്ച് വച്ചാൽ നമുക്ക് കണക്റ്റായി കിട്ടി. ഇവിടുത്തെ നിങ്ങൾ ഇവിടെ ഒന്നും കണക്ട് ചെയ്യണ്ട, ഇവിടെ ഈ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ലൂസായിട്ടിരിക്കണം. ഇവിടെ കണക്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതായത് നമുക്കൊരു സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സാധാരണത്തെ സ്ട്രക്ചർ. ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി ഈ 2 സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് എന്ന് വെച്ചാൽ നല്ല പാടാണ്. പീലിയുടെ സ്റ്റിക്കേഴ്സ് അല്ല, അതായത് ഇങ്ങനെ അടിയിലോട്ട് വയ്ക്കണ സാധനമാണ്. പക്ഷേ ഞാൻ മറന്നുപോയി, സോറി. നമ്മൾ ഈ കണക്ട് ചെയ്യാൻ മുമ്പേ ആദ്യം നമ്മൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അറിയണം എവിടെയാണ് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കാനുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ ഈ സാധനം കണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ ഈ ഷൂട്ട്, അപ്പോൾ നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും, എന്ന് വെച്ചാൽ ഇത് നല്ല ശക്തി ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തള്ളി. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യും. ഇനി അതേപോലെ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്ത് വെച്ച് അപ്പോൾ അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ മേ ബി നിങ്ങൾ ഈ ടോയ്സൊക്കെ വാങ്ങിക്കുമ്പോൾ മേ ബി ഇങ്ങനത്തെ പാടൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കാര്യമൊന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചാൽ മതി. എനിക്ക് നല്ല പാടാണ് ഇതൊക്കെ ചെയ്യാനായിട്ട്. സാധാരണ എൻ്റെ അച്ഛനാണ് എപ്പോഴും എന്നെ സഹായിക്കുക, അതുകൊണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തന്നെ ഇപ്പോൾ ചെയ്തത്. പണ്ടൊക്കെ എൻ്റെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്ത സാധനം നമുക്ക് ലാസ്റ്റ് റോയും കൂടി ജസ്റ്റ് ഒന്ന് ശരിയാക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ സോറി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് കണക്ട് ചെയ്യാനാണ്. നമുക്കിത് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇത് നമ്മൾ അപ്പോൾ ഇതിൽ 2 സ്റ്റിക്കേഴ്സാണ് ഞാൻ പറയാൻ വന്നത്. അത് ഞാൻ ആക്സിഡൻ്റലി ഒട്ടിച്ച് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് പിന്നെ അതിന് മുമ്പായിട്ട് ഇവിടെ 2 ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഈ സാധനം വയ്ക്കണം. അപ്പോൾ നമുക്കത് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കണം ഗൈസ്. അതായത് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മളിങ്ങനെ വയ്ക്കണം. നല്ല പാടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ. നമുക്കിങ്ങനെ നല്ല ദേഷ്യം വരും, ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി, അപ്പോഴേ ശരിയാവും. ഇങ്ങനെ കുത്തി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുത്തി വെച്ച് ഇനി ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഈ ഇടയ്ക്ക് ഇരിക്കുന്ന സാധനം ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്യിക്കുന്ന ഒരു സാധനം ഉണ്ട്, ഈ ഒരു ഹോള്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ. പക്ഷേ ചെറിയ മിസ്സിങ് ഉണ്ട്, അതാണ് നമ്മളെ ഹൂപ്പുകൾ. അപ്പോൾ നമുക്ക് ഈ ഹൂപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വയ്ക്കണം, നല്ല ടൈറ്റായിട്ട് വയ്ക്കണം. ഈ ഹൂപ്പ് വെച്ച് ഇനി നമുക്ക് ഈ സൈഡിലെ ഹൂപ്പൊന്ന് വയ്ക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ അപ്പോൾ പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ആക്ച്വലി ഫൈനൽ സ്റ്റെപ്പ്. ഇനി അത് എല്ലാ സൈഡിലും, അപ്പോൾ ഇതിൻ്റെ അടുത്ത് നല്ല 3 ഡോട്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം നമ്മൾ. അപ്പോൾ നമ്മൾ 2 കണക്ട് ചെയ്യുന്ന അവിടുത്തെ 2 ഇങ്ങനെ കണക്ട് ചെയ്യണം. പിന്നെ ഇനി അടുത്തത്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളെ സാധനം എന്ന് വെച്ചാൽ ബോൾസ്. അപ്പോൾ ഞാൻ ഇതുവരെയ്ക്കും നിങ്ങൾ പ്രോപ്പറായിട്ടൊന്നും എങ്ങനെയാണ് കളിക്കാമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ ഇത് നല്ല സിമ്പിളാണ്, നിങ്ങൾക്ക് നല്ല സിമ്പിളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബോൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ഹൂപ്പിലോട്ട് നമ്മൾ ട്രൈ ചെയ്യണം. മേ ബി ചില ആൾക്കാർ ഇങ്ങനെ നല്ല ശക്തിയോടെ ഇങ്ങനെ അടിച്ചിട്ട് മേ ബി ഇങ്ങോട്ട് വരും. അതാകുമ്പോൾ ഇവിടുത്തെ ഹൂപ്പിലാണ്, അത് മേ ബി എക്സ്പേർട്സ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുന്നത്. ഇതിലോ നമുക്കൊരു ഹൂപ്പിലോട്ട് ഇടണം, ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ അടിച്ചിട്ട് അപ്പോൾ ഹൂപ്പിലിടാൻ പറ്റിയില്ല, ഞാൻ കാണിച്ചു തരാം. സോ ക്ലോസ്. ഞാൻ അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഷീറ്റ് നമുക്ക് ഈ സാധനം മാറ്റാമെന്ന് വെച്ചാൽ എനിക്ക് സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പം എനിക്ക് നല്ല സ്പേസ് ഉണ്ട്. നമ്മളിങ്ങനെ അറിയാതെ അടിച്ചത് ചെറുതായി ഷോർട്ടായിട്ട് പോകും. മിസ്സായിപ്പോയി, പിന്നെ മിസ്സായി. അതായത് നല്ല ദൂരത്ത് അടിച്ചാൽ മിസ്സാവും ചിലപ്പോൾ. പിന്നെ നല്ല എയിമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അതായത് നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് ഇത് കളിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ഹൂപ്പിലിട്ടിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടുള്ള കളിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചല്ല ഈസി അല്ല, പക്ഷേ ഇത് ചിലപ്പം കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് എന്തായാലും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഇത്. അപ്പോൾ അത് നല്ല രസമാണ്, നല്ല കളിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രണ്ട്സായിട്ട് ഇതൊക്കെ കളിക്കാൻ പറ്റും എന്ന ഇതുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം.